പ്രേതബാധയുണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പോകാനൊരിടമില്ലാത്തവരാണോ ക്രിസ്ത്യാനികൾ? എൻ്റെ അടുത്ത് വിടാൻ പറയും. അപ്പം ക്രിസ്ത്യാനികൾക്ക് അഭയമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള അപ്പൊ ഈ എക്സോർസിസം പോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലേ? എക്സോർസിസം എന്നുള്ള കാര്യം നടക്കുന്നുണ്ട്. സൈക്കോളജിക്കലായിട്ടുള്ളൊരു കേസായിട്ട് ഹാൻഡിൽ ചെയ്ത് നേരെ സൈക്കോ അനാലിസിസ് നടത്തുന്നവരുടെ അടുത്തേക്ക്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? ശരീരമൊന്നും അനക്കാൻ മേല, ജോയിൻസ് എല്ലാം പെയിൻഫുൾ, വിരൽ പോലും അനക്കാൻ മേലാതെ ഉള്ള അവസ്ഥയിലായിരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ മെഡിസിൻ കൈവിട്ടു. അബാക് മീഡിയയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫാദർ സിറിയക് തുണ്ടിയിലാണ്. നമസ്കാരം അച്ഛാ. നമസ്കാരം. ഞാൻ ഇപ്പോൾ ഈ വിശ്വാസ സംബന്ധമായി സ്പിരിച്വൽ ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴും ഇതുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴും എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരു ബാധാദോഷം അല്ലെങ്കിൽ ഒരു പ്രേതബാധ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പോകാനും ആശ്രയിക്കാനും കുറേ ഇടങ്ങളുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കാണ് ഇങ്ങനെ ഒരു ബാധ ഉണ്ടാകുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രേതബാധ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പോകാനൊരിടമില്ലാത്തവരാണോ ക്രിസ്ത്യാനികൾ? ക്രിസ്ത്യാനികൾ പൊതുവെ ഇത് പ്രേതബാധ എന്ന് കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ പറയുന്ന ഈ പ്രേതബാധ എന്ന പ്രതിഭാസം ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ചേഷ്ടകളും റിയാക്ഷൻസും മറ്റുമൊക്കെ വാസ്തവത്തിൽ ബൗദ്ധികമായ കാര്യമാണെന്നാണ്, സൈക്കോളജിക്കൽ അബറേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈക്കോളജിക്കലായിട്ടുള്ളൊരു കേസായിട്ട് ഹാൻഡിൽ ചെയ്ത് നേരെ സൈക്കോ അനാലിസിസ് നടത്തുന്നവരുടെ അടുത്തേക്ക്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. കത്തോലിക്കാ സഭയുടെ കീഴിലുണ്ട്, അല്ലാതെ തന്നെയുമുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന ചെത്തിപ്പുഴയിലാണ്. അവിടെ ഒരു അച്ഛനുണ്ട്, ഈസ് എ സൈക്യാട്രിസ്റ്റ്. അദ്ദേഹം റെഗുലറായിട്ട് ഇങ്ങനെയുള്ള സൈക്യാട്രിക് കേസസ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, എൻ്റെ അടുത്ത് വിടാൻ പറയും. അപ്പം ക്രിസ്ത്യാനികൾക്ക് അഭയമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള മതപരമായ ഒരു കാര്യമായിട്ട് അതിനെ വിവക്ഷിക്കുന്നില്ല. ഇത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അബറേഷനാണ് എന്ന് മനസ്സിലാക്കി സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതിയെന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സോർസിസം പോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലേ? എക്സോർസിസം എന്നുള്ള കാര്യം നടക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉള്ളിടത്ത് അത് വില പോവുകയും ചെയ്യും. അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നതാണ് ജനങ്ങളെന്ന് വിചാരിക്കൂ. ഇതൊരു പിശാച് ബാധയാണെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ പിശാച് ബാധ ഒഴിപ്പിക്കുക തന്നെ വേണം. മനസ്സിലായോ? കാരണം മനുഷ്യരെങ്ങനെയാണ് ഓരോന്നിനെയും കാണുന്നത് എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം. ഈവൻ മെഡിസിൻ തന്നെയും, ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അനാറ്റമി ഓഫ് ആൻ ഇൽനെസ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അതൊരു അനുഭവ ചരിത്രമാണ്. ഒരാൾ വളരെ രോഗിയായിട്ട് റുമറ്റോയിഡ് അങ്ങേയറ്റം, ശരീരമൊന്നും അനക്കാൻ മേല, ജോയിൻസ് എല്ലാം പെയിൻഫുൾ, വിരൽ പോലും അനക്കാൻ മേലാതെ ഉള്ള അവസ്ഥയിലായിരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ മെഡിസിൻ കൈവിട്ടു. അദ്ദേഹത്തിന് പിന്നെ പെയിൻ കില്ലറൊക്കെ കൊടുത്ത് അവരിങ്ങനെ കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സുഹൃത്ത് വന്ന് സംസാരിക്കുന്നതിനിടയിൽ എന്തോ ഒരു കാര്യമായ ഒരു തമാശ പറഞ്ഞു. ഭയങ്കര, പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ചിരിച്ച് മണ്ണ് കപ്പുക നമ്മൾ പറയില്ലേ, അതുപോലെ ചിരിച്ചു. ഇത് കണ്ടപ്പോൾ ഇയാളുടെ കൈവിരലുകൾ അനങ്ങാൻ തുടങ്ങി. അപ്പോൾ അയാൾ മനസ്സിലാക്കി, ഇപ്പോൾ ചിരിച്ചാൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ സോക്കറ്റിനൊരു മാറ്റം വന്നേക്കുമെന്ന് കരുതി അദ്ദേഹം പോയി. അക്കാലത്ത്, ദാറ്റ് വാസ് ഇൻ ലാസ്റ്റ് സെഞ്ച്വറി, അക്കാലത്ത് 16mm പ്രൊജക്ടറൊക്കെ ഉള്ളൂ, നമ്മുടെ ഈ വീഡിയോ മൊബൈലോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു 16mm പ്രൊജക്ടർ കൊണ്ടുവന്ന് ചാർലി ചപ്ലിൻ്റെയും അതുപോലുള്ള സമാനമായിട്ടുള്ള കോമിക് ഫിലിംസ് കൊണ്ടുവന്ന് ഫുൾ ടൈം കൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് പുള്ളിയെ കാണിക്കാൻ തുടങ്ങി. ഹീ സ്റ്റാർട്ടഡ് ഇംപ്രൂവ് ചെയ്യുന്നത് മാത്രമല്ല, 6 മാസം കഴിഞ്ഞപ്പോൾ ഹി ഹാസ് റിക്കവേർഡ് ഫുള്ളി വിതൗട്ട് മെഡിസിൻ. ഇതിനാണ് ഈവൻ മെഡിസിനിൽ തന്നെ പറയും പ്ലസേബോ ഇഫക്റ്റ് എന്ന് പറയും. പ്ലച്ചേബോ എന്നുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ് വരുന്നത്. പ്ലച്ചേബോ എന്ന് പറഞ്ഞാൽ ഐ എൻജോയ്, ഐ ടേക്ക് പ്ലഷർ ഇൻ ഇറ്റ് എന്നുള്ള അർത്ഥമാണ്.
മെഡിസിൻസ് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു രോഗിക്ക് നല്ല തീവ്രമായിട്ടുള്ള ഒരു മരുന്ന് കൊടുക്കുന്നതിന് പകരം അതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വേറെ മരുന്ന് കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ട് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് പ്ലസേബോ ഇഫക്റ്റ് എന്ന് പറയും. തന്നെയല്ല, നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. ഡോക്ടർ മനസ്സിലാക്കി അതിന് പറ്റിയതാ തരുമെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി തരുന്നത് കഴിക്കുക. അതിനെക്കുറിച്ച് വേറെ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യാതെ നമ്മൾ കഴിച്ചാൽ നമുക്ക് സുഖമാകുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ശരിക്കുള്ള റിസർച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ശരിക്കുള്ള ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഡ്രിപ്പ് കൊടുക്കുന്നതിന് പകരം വെറും വെള്ളം കൊടുത്തിട്ട് ചിലരെ മറ്റുള്ള ശരിക്കുള്ള മരുന്ന് കൊടുത്തിട്ട് കുറേ പേരെ അങ്ങനെ 2 തരത്തിൽ ആൾക്കാർക്ക് മരുന്ന് കൊടുത്തിട്ട് ഈ വെള്ളം കിട്ടിയവർ വരെ സുഖം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് പ്ലസേബോ ഇഫക്റ്റ് എന്ന് പറയും. അതായത് ഓരോരുത്തർ എന്താണോ ധരിച്ചു വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതിന് കാരണമുണ്ട്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് സൈക്കോസൊമാറ്റിക് ബീയിങ് ആണ്. സൈക്കോ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആൻഡ് സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡിയും ആത്മാവുമുള്ള ജീവികളാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ ആത്മാവിനെ ബാധിക്കും, ആത്മാവിൻ്റെ പ്രശ്നങ്ങൾ ശരീരത്തെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒത്തിരി വറി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഗാസ്ട്രൈറ്റിസ് ഉണ്ടാവും, സ്റ്റൊമക്ക് അൾസർ ഉണ്ടാവും. ഒന്നും വേണ്ട, വേറെ കാരണങ്ങളൊന്നും വേണ്ട. ഒത്തിരി ചിന്തിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ്? ഉടനെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൾസിനെ ബാധിക്കും, അതവിടെ മുറിവുണ്ടാകും, അൾസർ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയാണ്. അതുകൊണ്ട് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ബീയിങ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതെ. അമേരിക്കയിലുള്ള ഒരു ഓഥറുണ്ട്, ക്രിസ് വാർക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. അത് 23-24 മറ്റോ വയസ്സുള്ളപ്പോൾ മാരേജ് കഴിഞ്ഞ അവസരത്തിൽ he was detected with diagnosed with 4th stage colon cancer. അപ്പോൾ അവർ ഡോക്ടേഴ്സ് പറഞ്ഞു സുഖമാകുമെന്ന് തോന്നുന്നില്ല, ബട്ട് വി ക്യാൻ ഗിവ് യു കീമോതെറാപ്പി തരാം, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, സർജറി ചെയ്യാം, ഏതാ വേണ്ടതെന്ന് പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കീമോതെറാപ്പി ചെയ്താൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ട് മാരി ചെയ്തതേ ഉള്ളൂ, കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. കീമോതെറാപ്പി ചെയ്താൽ ഇതിന് കുഞ്ഞുങ്ങളുണ്ടാകുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ആലോചിച്ചിട്ട് ചോദിച്ചു, ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഒരു 6 മാസം, ലക്കുണ്ടെങ്കിൽ 1 കൊല്ലം, അത് കൂടുതൽ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞു. 6 മാസം ഉണ്ടോ? ഓക്കെ, എനിക്ക് കീമോ ഒന്നും വേണ്ട, ലെറ്റ് മീ ട്രൈ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഈ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അബൌട്ട് ക്യാൻസർ എന്തുകൊണ്ട് വരുന്നു, ഏതെല്ലാം കമ്പോണൻസ് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്, ഏതെല്ലാം കാരണങ്ങളാണ് ഉണ്ടാകുന്നത്, ഏതെല്ലാം തരത്തിൽ അതിനെ പ്രതിരോധിക്കാം എന്ന് അദ്ദേഹം തന്നെ പഠിച്ച് അതിൻ്റെ അനുസരിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം ചെയ്തത് ഇത് ദൈവം എനിക്ക് തന്ന ഒരു വാണിംഗ് ആണ് എന്ന് മനസ്സിലാക്കി, നമ്പർ 1. രണ്ടാമത്തേത് പുള്ളിയുടെ ഡയറ്റ് മുഴുവൻ മാറ്റി. ഹി ബിക്കെയിം എ വെജിറ്റേറിയൻ, ടോട്ടൽ വെജിറ്റേറിയൻ, നോൺ വെജ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചു. പിന്നെ മൂന്നാമത്തെ കാര്യം എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹം പഠിച്ച് വന്നതാണ്. ഈ കാരണം എന്തുകൊണ്ടാണെന്നുള്ള കാരണം മനസ്സിലാക്കിയിട്ട് ചെയ്തതാണ്. ഇദ്ദേഹം 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ട് ഹി ക്യൂർഡ് ഹിംസെൽഫ് വിത്തൗട്ട് മെഡിസിൻ. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ മനസ്സ് വിചാരിച്ചാൽ നമ്മളെ സുഖപ്പെടുത്താൻ പറ്റും. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് രോഗത്തെയും നമുക്ക് തകർക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള കേസുകൾ കണ്ടപ്പോൾ മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ അനാറ്റമി ഓഫ് ആൻ ഇൽനെസ് എന്ന് പറഞ്ഞത് പുസ്തകത്തിൻ്റെ ഓഥർ പറഞ്ഞിരിക്കുന്നത് ഒരു മരുന്നും കഴിക്കാതെ വെറുതെ ചിരിച്ചതുകൊണ്ട്, ഹാർട്ടിയായിട്ട് ചിരിച്ചതുകൊണ്ട്, അപ്പോൾ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഡോപ്പമൈൻ ഇങ്ങനെയുള്ള ഓരോ സെക്രീഷൻസൊക്കെ വളരെ കാര്യമായിട്ടുണ്ടായി. വിൽ ടു ലിവ് എന്നുള്ള സംഗതി ശരീരത്തിലുണ്ടായി, സുഖപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉള്ളപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ചികിത്സ കൊടുക്കേണ്ടി വരും. അതെ. അപ്പോൾ ആത്മാക്കൾ എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസത്തിലില്ലേ? ഇപ്പോൾ മരണം സംഭവിച്ചു കഴിഞ്ഞ്
ഇപ്പോ ഈ നമുക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ചുറ്റും ആത്മാവുണ്ടല്ലോ, ആത്മാവും ശരീരമാണല്ലോ. അപ്പൊ ഈ ആത്മാക്കൾ മരിച്ചു, ഇപ്പൊ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു, ആ ആത്മാവ് നമ്മളെ കാണാൻ വരിക, അല്ലെങ്കിൽ നമ്മൾ ദ്രോഹിച്ച ഒരാൾ മരിച്ചു, ആ ആത്മാവ് നമ്മളെ ശല്യപ്പെടുത്താൻ വരിക, അങ്ങനെ ഒരു സങ്കല്പം ഞാൻ ചോദിക്കട്ടെ, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്?